പ്രിയപ്പെട്ടവരെ നമസ്കാരം. കണ്ണൂർ SSK പാനൂർ BRCയുടെ ഒരു പ്രത്യേക പരിപാടിയാണ് അനുവാചകം. വായനക്കാരെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. നിറയെ വായനയുള്ള കുറേ വ്യക്തിത്വങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്തായാലും ഇവരൊക്കെ നമ്മുടെ കുട്ടികൾക്കൊരു പ്രചോദനമാവട്ടെ. ഇന്ന് നമുക്ക് നല്ലൊരു വായനക്കാരിയെ പരിചയപ്പെടാം. നമ്മുടെ ജയന്തി ചേച്ചിയാണ്. ജയന്തി ചേച്ചി ചെറുപ്പറമ്പ് സ്വദേശിയാണ്. ജയന്തി ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ജയന്തി ചേച്ചി നമസ്കാരം. ജയന്തി ചേച്ചി ഒരുപാട് വായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ വായനയിലേക്ക് ജയന്തി ചേച്ചി ആദ്യമായിട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാ? അച്ഛനെല്ലാം നല്ലോണം വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവര് മഹാഭാരതം, ഭാഗവതം ആ ബുക്കെല്ലാം മരിക്കുന്നതിന് മുമ്പ് എനക്കാ കൊണ്ടുതന്നെ. ഈ 45 വർഷം മുന്നേ ഉള്ള ആ ബുക്കുകൾ ഇപ്പോൾ ഞാനത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ അനിയൻ, പിന്നെ അവരെടുത്തുന്ന മൂലധനെല്ലാം ഞാൻ ചെറുപ്പത്തിലെ വായിച്ചു. എന്നെ കൂടുതൽ വായനയിലേക്ക് എത്തിച്ച ഫിനിക്സ് ലൈബ്രറിയാണ്. ഫസ്റ്റ് തന്നെ ഇവിടെ പഴയ ഫിനിക്സ് ലൈബ്രറി ഉണ്ട്, എൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഞാൻ ആദ്യമായിട്ടൊരു പെൺകുട്ടി ലൈബ്രറിയിൽ ചേർന്നത് ഇവിടെ ഞാൻ 55ാമത്തെ നമ്പറായിരുന്നു. പിന്നെ ഞാൻ നിൽക്കാണ്ട് വായന തന്നെയാണ്. തിരുമന്തിയിൽ കൊടുത്തു കൊണ്ടുപോയി വായിക്കും. പിന്നെ കല്യാണമെല്ലാം കഴിഞ്ഞാൽ കുറച്ച് വായന പറഞ്ഞു, വീണ്ടും വായന എത്തി. പിന്നെ ആദ്യമെല്ലാം വായനശാലയിൽ പോയിട്ട് തന്നെയാ വായിക്കുന്നത്. ഫിനിക്സ് ലൈബ്രറിയിൽ 6 മണിക്ക് ശേഷം അന്നേരം പിന്നെ ലൈബ്രറിയിൽ നിന്നുണ്ടാവും. എന്നാലും രാത്രിയായാലും ഞാൻ പോകും. പോയതുകൊണ്ട് കുറെ കേൾക്കുകയല്ലേ ചെയ്തിരുന്നത്. ലൈബ്രറിയിൽ പോകുന്നതുകൊണ്ട് രാത്രി അന്നേരമല്ല, രാത്രി സന്ധ്യ കഴിഞ്ഞാൽ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ്. പിന്നെ വായിച്ച് തീരുമ്പോൾ ചെറിയ കുട്ടികളെ അടുത്ത് കൊടുത്തു വിട്ടാലും എനിക്ക് ബുക്ക് അവിടെ നിന്ന് തിരുത്തുന്നുണ്ട്. അപ്പൊ ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഒരുപാട് പുസ്തകങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് ഏതെങ്കിലും ഒന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ വായന എന്ന് വെച്ചാൽ ഞാൻ വായിച്ച കുറേ പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും നല്ലത് സ്വാധീനിച്ച പുസ്തകം എന്നാന്ന് ചോദിച്ചാൽ പറയാനൊന്നും പറ്റൂല. അത് ഞാൻ പറയാൻ ഇതിനെ പറ്റി ഏകാന്തതയുടെ 100 വർഷങ്ങൾ അത് ഞാൻ ആദ്യം വായിച്ചിന്. ഇപ്പോൾ 1 വർഷം മുന്നേ വീണ്ടും എടുത്ത് വായിച്ചിന്. അങ്ങനെ ബുക്കുകൾ ആദ്യം വായിച്ചത് പിന്നെ വീണ്ടും എടുത്ത ബുക്കുകളെല്ലാം ഉണ്ട്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 7 തലമുറയിലെ ജീവിതങ്ങളെ പറ്റിയിട്ട് ചരിത്രവും അവിടുത്തെ ചരിത്രവും രാഷ്ട്രീയവും എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഒരേ അമ്മ സുലാരിയും ഇത് കഥാപാത്രങ്ങളെയൊന്നും അങ്ങനെ ഓർമ്മിക്കുന്നില്ല. അങ്ങനത്തെ പേരുകളല്ല. സാക്കിണ്ടിയോ അങ്ങനെയാ ഒബിണ്ടി അങ്ങനെ പേര്. മക്കുണ്ടോ എന്നുള്ള ഒരു ഗ്രാമം പിന്നെ ഉണ്ടാക്കുന്ന അവിടെയുള്ള അങ്ങനെ 7 തലമുറകൾ അവിടെ സംഭവിക്കുന്നത്, പിന്നെ നാടോടികൾ വരുന്നത്, അങ്ങനെയുള്ള ഒരു കഥയാണ്. ഇതിൽ ചിലപ്പോൾ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള നമ്മളെ ഉൾക്കാഴ്ചകൾ ഉണ്ടാവില്ലേ, ഇതിനെല്ലാം ഇങ്ങനെ ബുക്ക് വായിക്കുമ്പോൾ നമ്മളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വായന ഒരുപാട് സഹായകമാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ജയന്തി ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് കോവിഡിന്റെ ഫസ്റ്റ് കാലത്ത് അന്ന് എൻ്റെ ഭർത്താവ് മൈസൂരിന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അങ്ങനെ വീട്ടിൽ വന്നാൽ അന്നത്തെ എല്ലാവർക്കും അനുഭവം അറിഞ്ഞൂടെ, ഒരാളും വീട്ടിൽ വരില്ല. പിന്നെ നമ്മൾ കുറച്ച് പേര് മാത്രമേ വീട്ടിലുള്ളൂ. വരുന്നവരെല്ലാം പിന്നെ അവിടെ പൊറ് പറഞ്ഞിട്ട് മുടക്കും. അങ്ങനെ എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിനെ ഉണ്ടാക്കാൻ പറ്റിയ പുസ്തകങ്ങൾ തന്നെ. പുസ്തകങ്ങൾ അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് തുറക്കലുണ്ടായിരുന്നില്ല. ഫിനിക്സ് ലൈബ്രറിയിൽ നിന്ന് അപ്പം തുറക്കലില്ല. എൻ്റെ മോനെ വേറെ ലൈബ്രറി പോയിട്ട് തുറന്നിട്ട് അവിടെ നിന്ന് കുറേ ബുക്ക് ഒന്നിച്ച് കൊണ്ടു തന്നിട്ട് ബുക്ക് വായിക്കുന്നേ ചെയ്യാനേ. ബുക്ക് വായിക്കുമ്പോൾ പിന്നെ വായിച്ച് ചിലപ്പോൾ വായിച്ചതൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. നമ്മളെ മനസ്സ് അത്തരത്തിലല്ലേ. അപ്പോൾ വീണ്ടും അതെന്നെ എടുത്ത് വായിക്കും. ബുക്ക് തന്നെയാണ് എനിക്ക് അന്നത്തെ എൻ്റെ പിന്നെ ജീവിതത്തിനെ കുറച്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ബുക്ക് തന്നെയെ സഹായിച്ചു. നമ്മളെ ചിന്തകളെ മാറ്റാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ സഹായിച്ചിട്ടില്ല. പുസ്തകം വായിക്കുക വിഷമത്തിന് നമ്മള് പുസ്തകം വായിക്കുമ്പോൾ നമ്മള് പുസ്തകത്തിലേക്ക് പോകില്ലേ. വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ പുതുതലമുറയിൽ വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ പുതിയ വായന ഈ കുട്ടികളോട് പിന്നെ നമ്മളെ പാനൂർ BRC ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ വായനയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളോട് പിന്നെ ജയന്തിച്ചിക്ക് എന്തൊക്കെ കാര്യങ്ങളാ പറയാനുള്ളത്?
മൊബൈൽ കൂടി അവർക്ക് അറിവ് കിട്ടുന്നുണ്ട്, മൊബൈലിൽ കൂടെ അവർ വായിക്കുന്നുണ്ട്. ഇപ്പൊ പ്രതിലിപി അങ്ങനെയെല്ലാം മൊബൈലിലുണ്ട്, അതും വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വായനന്റെ അത്ര മൊബൈലിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പുസ്തക വായന തന്നെയാണ് നമ്മുടെ ജീവിതത്തിനെ കെട്ടിപ്പടുക്കാനുള്ള നല്ല ഒരു വായന. പുസ്തകം വായിക്കുമ്പോൾ നമുക്കിപ്പോ നമ്മളെ ഈ കൊച്ചു കേരളമാണ്, പിന്നെ മാത്രമല്ല നമുക്ക് ലോകത്തിലെ എല്ലാ സ്ഥലത്തിലെ ഒരു ബുക്ക് വായിക്കുമ്പോൾ അവിടെയുള്ള ബുക്ക് വായിക്കുമ്പോൾ അവിടുത്തെ പറ്റി മനസ്സിലാവും. അതുപോലെ ലോകം മുഴുവനുള്ള സ്വഭാവം മനസ്സിലാക്കുക പുസ്തകം വായിക്കുക. അതന്നെ കുട്ടികളോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ജയന്തേച്ചിയെ പരിചയപ്പെട്ടില്ലേ? ജയന്തേച്ചിയുടെ വായനാ വിശേഷങ്ങളും നമ്മൾ അറിഞ്ഞു. എന്തായാലും ഏത് വിഷമഘട്ടത്തെയും വായനയിലൂടെ തരണം ചെയ്യാമെന്ന് ജയന്തേച്ചി നമ്മളെ പഠിപ്പിക്കുന്നു. പുതിയ വായനക്കാരെ തേടിയുള്ള പാനൂർ ബിയാസിയുടെ യാത്ര ഇനിയും തുടരും, വായനയും തുടരും.